ഈ പറയുന്ന സംഗതികൾ നമുക്കൊന്ന് മനസ്സിലാവണമെങ്കിൽ നമ്മൾ 141 ആയത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വഹുവല്ലദീ അൻഷഅ ജന്നാത്തിൻ മഅറൂഷാത്തിൻ, പന്തലിട്ടതോ പന്തലിടാത്തതോ ആയ സംഗതികളൊക്കെ, അതായത് എല്ലാത്തരം വിഭവങ്ങളും, പച്ചക്കറികളാണെങ്കിലും ധാന്യമാണെങ്കിലും പഴങ്ങളാണെങ്കിലും എന്തും, അത് അൻഷഅ ഞാനാണ് ആര് നിർമ്മിച്ചു തന്നത്, നാം നിർമ്മിച്ചു തന്നു. അതിനോട് ചേർന്ന് വരുന്ന വഹുവല്ലദീ അൻഷഅ സമാനിയത്ത അസ്വാജ്, അതിനോട് ചേർത്ത് വരുമ്പോഴാണ് അതിൻ്റെ ആശയം വരിക. വഹുവല്ലദീ അൻഷഅ ഞാനാണ് ഉണ്ടാക്കി തന്നത് സമാനിയത്ത അസ്വാജിൻ 8 ഇണകൾ, 8 ജോഡികൾ. അതല്ലെങ്കിൽ അതിൻ്റെ ശേഷം വന്ന ആയത്തുണ്ട്, വഹുവല്ലദീ അൻഷഅ അല്ല വഹറമു മാ റസഖഹുമുല്ലാഹു ഇഫ്തിറാഅൻ അലല്ലാഹ്, വഹറമു അവർ ഹറാമാക്കി, മാ റസഖഹുമുല്ലാഹു അള്ളാഹു നൽകിയ വിഭവങ്ങൾ, ഇഫ്തിറാഅൻ അലല്ലാഹ് അള്ളാഹുവിൻ്റെ മേൽ വ്യാജം ചമച്ചുകൊണ്ട്. അപ്പോൾ വഹറമു മാ റസഖഹുമുല്ലാഹു സമാനിയത്ത അസ്വാജ്, അവർ ഈ സമാനിയത്ത അസ്വാജിനെ 8 ഇണകളെ, അതിനാണ് നമ്മൾ അൻആം എന്ന് പറയാം, ഇതിനാണ് ഈ അൻആം എന്ന് പറയാം. അതായത് ഭക്ഷണത്തിന് വേണ്ടി, ഭക്ഷ്യ ആവശ്യത്തിന് വേണ്ടി വളർത്തുന്ന ഈ 4 സംഗതികൾ, 4 അതിലത്തെ 2 സംഗതി, അപ്പോഴാണ് 8 എന്ന് പറയുന്നത്. അതിനെ ഹറാമായി ആ വിഷയത്തിനോട് ചേർന്ന് വന്നിട്ടാണ് ഈ പറയുന്നത് സമാനിയത്ത അസ്വാജിൻ 8 ഇനങ്ങൾ. അത് കോലാടിൽ നിന്ന് 2, ചെമ്മരിയാടിൽ നിന്ന് 2, അപ്പോൾ 4 ആയി. ആടിൽ നിന്ന് വർഗത്തിൽ നിന്ന് 2 2 ജോഡി എന്ന് പറയുമ്പോൾ 4. അപ്പോൾ അവരോട് ചോദിക്കുക, ഇതിലൊക്കെയാണ് നേരത്തെ ഈ പറഞ്ഞത്, അതായത് ഒരു ഭാഗം അവർ അവരുടെ വിഗ്രഹങ്ങൾക്ക് വേണ്ടി നീക്കിവെച്ചു, ഒരു ഭാഗം അള്ളാഹുവിന് വേണ്ടി നീക്കിവെച്ചു. പക്ഷേ പതിയെ അള്ളാഹുവിൻ്റെ ഭാഗം വിഗ്രഹങ്ങളിലേക്ക് പോയി, വിഗ്രഹങ്ങളുടെ ഭാഗം അള്ളാഹുവിലേക്കൊട്ട് വന്നില്ല. ചില സാധനങ്ങൾ പെണ്ണുങ്ങൾക്ക് ഹറാമാണെന്ന് പറഞ്ഞു, ആണുങ്ങൾക്ക് മാത്രമേ തിന്നാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ്, അത് ചത്താ പിന്നെ പെണ്ണുങ്ങൾക്കും തിന്നാമെന്ന് പറഞ്ഞ്. അതായത് ഇങ്ങനെ ഒരുപാട് അള്ളാഹു നൽകിയ വിഭവങ്ങളിൽ നിയമങ്ങൾ നിർമ്മിക്കാൻ നിങ്ങളാരാന്നായി ചോദിക്കണേ. അതിൻ്റെ അവകാശം അള്ളാഹുവിന് മാത്രമേ. അള്ളാഹു ഈ കാര്യങ്ങൾ മുഴുവൻ ഈ നൽകി നിങ്ങൾക്കത് നൽകിയില്ലേ, ഇത് നൽകിയില്ലേ, ഭൂമിയിൽ അങ്ങനെ ആക്കിയില്ലേ, സൂര്യൻ നിങ്ങൾക്ക് ഇങ്ങനെ ആക്കിയില്ലേ എന്നൊക്കെ പറയുമ്പോൾ അള്ളാഹു ഇതൊക്കെ ചെയ്ത് മേനി നടിക്കാൻ വേണ്ടി പറയല്ല. അള്ളാഹു ഇതൊക്കെ ചെയ്തതെന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ ഏകത്വത്തിനെ നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ തന്നതിലൊന്നും നമ്മൾ ഏത് മനുഷ്യൻ ചിന്തിച്ചാലും ഒരറിവോടുകൂടെ ഒരാൾക്കും പറയാൻ കഴിയില്ല എന്ത് ഇത് അല്ലാതെ വേറൊരാൾ തന്നതാണ്. അതാദ്യം ബോധ്യപ്പെടുത്തിയിട്ടാണ് ഇനി അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് നിശ്ചയിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് പറയണം. എങ്ങനെയാണ് നമ്മൾ ഈ ജീവിതത്തിൽ ഈ അള്ളാഹു നൽകിയ വിഭവങ്ങളെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം, അതിൻ്റെ നിയമം എന്താണ്, ആ നിയമം ആരാണ് തരേണ്ടത്, ആർക്കാണ് അതിനുള്ള അധികാരം, ആർക്കാണ് അതിനുള്ള അവകാശം. ഇതിനാണ് നമ്മൾ അള്ളാഹുവിനെ മലിക്കാക്കുക എന്ന് പറയാം. ഒന്ന് അള്ളാഹുവിനെ നമ്മൾ റബ്ബാക്കുക, അള്ളാഹു തന്നതാണെന്നുള്ള ആ ബോധ്യത്തോടെ നമ്മൾ അള്ളാഹു തന്ന നിയമങ്ങൾക്കനുസരിച്ച് ആ പരിധിയിൽ നിന്നുകൊണ്ട് ഇവയെ ഉപയോഗിക്കുക. അതാണ് അള്ളാഹുവിനെ മലിക്കാക്കുക എന്ന് പറയാം. ഈ സംഗതികൾ നമ്മളെ അറിയിപ്പിക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഈ കാര്യങ്ങൾ പറയുന്നത്. ഇതിലൊക്കെ അള്ളാഹുവിൻ്റെ ഏകത്വം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലാണ് ഇവർ ഈ കൈ കടത്തുന്നത്. ഏതിൽ? ഈ അള്ളാഹു റബ്ബാണ് എന്നുള്ള സംഗതിനെ നേരിട്ടിട്ട് ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. അതിന് പിന്നെ ഒരു മാർഗ്ഗമുള്ളൂ, അള്ളാഹ് എന്ന് പറയാം. അതാ ചെയ്യുക, അള്ളാഹ് എന്ന് പറയാം. അല്ലാതെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ പിന്നെ ഈ മലിക്കാക്കുന്ന വിഷയത്തിൽ ഈ നിയമങ്ങൾ ആര് നൽകണം, ആർക്കാണ് അതിന് അധികാരം, അവകാശം എന്നുള്ള കാര്യത്തിലാണ് സാധാരണ ആളുകൾ കൈകടത്തുക. അധികാരികളും പൗരോഹിത്യമൊക്കെ കൈകടത്തുക. അത് ശൈത്താൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് നടക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വിഷയങ്ങൾ പറയുന്നത്. അൻആമുകൾ, മനുഷ്യർ ഭക്ഷണത്തിന് വേണ്ടി വളർത്തുന്ന ജീവികൾ, ആ ജീവികളുടെ കാര്യത്തിലാണ് പൊതുവായിട്ട് ഈ കൈകടത്തലുകൾ ഉണ്ടാവുക. അങ്ങനെ ഉണ്ടാകുമ്പോൾ അത് മനുഷ്യ സമൂഹത്തിന് എന്തുമാത്രം പ്രത്യാഘാതങ്ങളാണ് അതുകൊണ്ടുണ്ടാവുക, എന്തൊക്കെയാണ് പിന്നെ ഉണ്ടായിത്തീരുക. അതായത് ഷിർക്ക് എന്ന് പറയുന്ന സംഗതി, അള്ളാഹുവിൻ്റെ അടിമത്തത്തിൽ നിന്ന് മനുഷ്യൻ പുറത്തു പോയാൽ പിന്നെ നിരവധിയായ അടിമത്തങ്ങളിലേക്കാണ് അയാൾ പോവുക.
അതാണ് അള്ളാഹുവിൻ്റെ അടിമത്വത്തിലായി നിൽക്കുക എന്നുള്ളതാണ് സ്വാതന്ത്ര്യത്തിൻ്റെ പരമമായ അവസ്ഥ. അതിൽ നിന്ന് മനുഷ്യൻ പുറത്തു പോകുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ നിരവധി അടിമത്വങ്ങളിലേക്ക് അയാൾ പോയിപ്പെടുന്നു. അതായത് യാതൊരു അവകാശവും അധികാരവും ഇല്ലാത്ത ഒന്നിനെയും ഉടമപ്പെടുത്താത്തതിൻ്റെ അടിമത്വങ്ങളിലേക്ക് മനുഷ്യൻ പോയിക്കൊണ്ടേയിരിക്കും. ആ വിഷയമാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഈ പറയുന്നത്. അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. അപ്പം നമുക്കും ഒന്നും കൂടി മനസ്സിലാക്കാൻ എന്താ വെച്ചാൽ നമ്മുടെ ഇപ്പോൾ ഇന്ത്യയിലെ ജാതി, നമ്മുടെ ഇന്ത്യയിലെ ജാതി ബ്രാഹ്മണരാണ് ഈ ചാതുർവർണ്ണ്യം എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കുന്നത്. അതിൽ ഒന്നാമത്തെ വിഭാഗം അവർ തന്നെയാണ്, രണ്ടാമത്തെ വിഭാഗം ക്ഷത്രിയരാണ്, മൂന്നാമത്തെ വിഭാഗം വൈശ്യരാണ്, നാലാമത്തെ ഭാഗം ശൂദ്രരാണ്. ഈ ബ്രാഹ്മണർ ഉത്ഭവിക്കുന്നത് ബ്രഹ്മാവിൻ്റെ തലയിൽ നിന്നാണ്, ക്ഷത്രിയർ മുഖത്ത് നിന്നാണ്, വൈശ്യർ ബ്രഹ്മാവിൻ്റെ തുടയിൽ നിന്നാണ്, ശൂദ്രർ ബ്രഹ്മാവിൻ്റെ പാദങ്ങളിൽ നിന്നാണ്. അതായത് 4 വിഭാഗം. ഈ 4 വിഭാഗത്തിന് മാത്രമാണ് ഭൂമിയിലെ സർവ്വ അധികാരങ്ങളും അവകാശങ്ങളും. ഈ ശൂദ്രൻ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ കേരളത്തിലെ നായരാണെന്ന് മനസ്സിലാക്കണം. നമ്മൾ വിചാരിക്കണമാതിരി ഈ ചെറുമനോ ദലിതനോ ഒന്നുമല്ല. അവർക്ക് ചണ്ടാളരെന്നാ പേര്. അവർക്ക് ഭൂമിയിൽ യാതൊരു അവകാശവുമില്ല. അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ എന്താണോ അതാണ്. അതായത് ഈ ഉടമയുടെ താല്പര്യത്തിനനുസരിച്ച് ആവശ്യത്തിനനുസരിച്ച് കൊടുക്കുക. കൊടുത്തെങ്കിൽ തിന്നാം, കൊടുത്തില്ലെങ്കിൽ തിന്നണ്ട. ഈ ബ്രാഹ്മണൻ കൃഷിയില്ല. ബ്രാഹ്മണനെ കാണാൻ പാടില്ല, തൊടാൻ പാടില്ല, തീണ്ടാൻ പാടില്ല, ഒക്കെ ശരിയാണ്. പക്ഷെ കൃഷി ചെയ്യുന്നത് മുഴുവൻ ഈ ചണ്ടാലരി എന്ന് പറയുന്നവരാണ്. അത് തിന്നാൻ അവർക്ക് യാതൊരു മടിയില്ല. അതിൻ്റെ ഉടമ മുഴുവൻ അവരാ. ഈ കൃഷി മൊത്തം ഇവർ ചെയ്യുന്നു, ഉൽപ്പാദിപ്പിക്കുന്നു. ഇവർ എന്തെങ്കിലും കൊടുത്തെങ്കിലേ അവർക്ക് തിന്നാൻ പറ്റൂ. അവരുടെ ജീവൻ നിലനിർത്താനുള്ളതേ അവർ കൊടുക്കൂ. ഇപ്പോൾ കുറച്ച് മുമ്പ് നമ്മുടെ അവിടെ തന്നെ നോക്കി ഈ കൊയ്ത്തൊക്കെ കഴിഞ്ഞാൽ അവറ്റ ഈ പാതരാക്ക് ഇതൊക്കെ മെതിച്ചിട്ട് ഒരു ലേശം നെല്ലായിട്ടാണ് പോകും അല്ലേ. അത് ഇപ്പോഴല്ലേ കുറച്ച് വ്യത്യാസം വന്നത്. അപ്പോൾ ഇത് എന്തിനാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ചോദിച്ചാൽ ഈ ഭക്ഷണത്തിൻ്റെ മുകളിൽ പിടിമുറുക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അടിമത്തം നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അടിമത്തം നിലനിർത്തുക. ഇവർക്ക് ഉടമാവകാശമില്ല, ഒന്നിൻ്റെ മുകളിൽ ഉടമാവകാശമില്ല, ഭൂമി അവരുടേതല്ല, ഒന്നുമല്ല. അവരുടെ ഇതെന്താ ചോദിച്ചാൽ അവർ മറ്റുവർക്ക് വേണ്ടി, അതായത് ഇപ്പോൾ കാളകൾ എങ്ങനെയാണോ അതേപോലെ ഒരു അവസ്ഥയാണ് മറ്റു മനുഷ്യരുടെ. ഇത് ആര് കൊടുന്ന് ഈ നിയമങ്ങൾ? ഈ മേലാളർ കെട്ടി വെച്ചിട്ട് കൊണ്ടുവരണ. ഇതിനാണ് നമ്മൾ വൈലുല്ലിൽ മുത്തഫിഫീൻ അല്ലദീന ഇദക്കാലു അലന്നാസി യസ്തൗഫൂൻ വ ഇദാ കാലൂഹും ഔവസനൂഹും യഖ്സിറൂൻ എന്ന് പറയണം. അതായത് ഈ ബ്രാഹ്മണരാണ് ബാക്കിയുള്ളവർക്ക് മൊത്തം നിയമം കൊടുക്കുന്നത്. ബ്രാഹ്മണർ നിയമം കൊടുക്കുമ്പോൾ ബ്രാഹ്മണർ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അവരുടെ അവകാശങ്ങൾ മാത്രം മുന്നിൽ നിർത്തിയിട്ടാണ് കൊടുക്കുക. വ ഇദാ കാലൂഹും ഔവസനൂഹും, അവർ മറ്റോർക്ക് വേണ്ടി ഒരു മെഷർ നിയമങ്ങൾ കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര നഷ്ടം വെച്ചിട്ടാണ് കൊടുക്കുക. അതായത് മനുഷ്യരെ വിഭജിക്കുക. മനുഷ്യൻ എന്ന് പറയുന്ന ഈ മനുഷ്യൻ്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ മനുഷ്യരും ഒന്നൊഴിയാതെ അള്ളാഹുവിൻ്റെ അടിമയാണ്, അള്ളാഹുവിൻ്റെ മാത്രം അടിമയാണ്. അതിനെ അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാർ എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടർ വേറെ ആക്കുക, അങ്ങനെ അല്ലാതെ ആക്കുക. ചിലർ മനുഷ്യരാക്കുക, ചിലർ മനുഷ്യരല്ലാതാക്കുക. അതായത് ഈ വിഭജനം നടത്തുകയാണ്. അള്ളാഹുവിൽ നിന്ന് ഈ മനുഷ്യരെ തെറ്റിക്കുക. അതിൽ വലിയൊരു വിഷയം എന്താ ചോദിച്ചാൽ ഈ മനുഷ്യർക്ക് തന്നെ അറിയില്ല ആരാണ് മനുഷ്യർ എന്നുള്ളത്. ഇങ്ങനെ ഈ സാധാരണ മനുഷ്യർ അള്ളാഹുവിനെ അറിയാത്തത് കൊണ്ടാണ് ഇവർ ഈ അടിമത്വത്തിലേക്ക് പോയിപ്പെടുന്നത്. അത് അന്നും ഇന്നും എന്നും അങ്ങനെയാണ്. പക്ഷേ ഞങ്ങൾ ഈ നിയമങ്ങളൊക്കെ ഉണ്ടാക്കി തരുന്നത് ഞങ്ങളുടെ സൗകര്യത്തിനാണെന്ന് ഇവരോട് പറയാൻ പറ്റില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ഇത് ദൈവം നൽകുന്നതാണെന്ന് പറയും. അതിനാണ് അവർ ഈ പുരോഹിതന്മാരെ കൂട്ടുപിടിക്കുന്നത്. പൗരോഹിത്യം പറയാണ് ഇത് ദൈവിക നിയമമാണ്, ഇത് ഞങ്ങൾ ദൈവത്തിൽ നിന്ന് അറിയാണ്. അപ്പം ഞങ്ങൾ പറയുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഈ ബാക്കിയുള്ളവർ ഈ താഴ്ന്ന ആളുകൾ, ഈ അറിവില്ലാത്തവരെന്താണെന്ന് വെച്ചാൽ ഇത് മതമായിട്ട് മനസ്സിലാക്കുകയാണ്. അതാണ് ഇഫ്തിറാ അലല്ലാഹ് എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ മേൽ
വ്യാജം പറഞ്ഞുകൊണ്ട് ഇതാണ് ദീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്കങ്ങ് കൊടുക്കുകയാണ്. അങ്ങനെ അവർ മതമായിട്ട് മനസ്സിലാക്കുന്നു. മതമായിട്ട് മനസ്സിലാക്കിയുള്ള പ്രശ്നം എന്താ വെച്ചാൽ പിന്നെ ഇതിൽ നിന്ന് പോകാൻ പറ്റില്ല. ഇതിൽ നിന്ന് പോകാൻ പറ്റില്ല. പിന്നെ ഒരു മാർഗമുള്ളൂ ഈ മതത്തിനെയും വലിച്ചെറിയുക. മതത്തിനെയും വലിച്ചെറിയുക. അങ്ങനെ ഒന്നും എന്താ വെച്ചാൽ അപ്പോഴും പിശാചിൻ്റെ ഐഡിയ ജയിക്കും. കാരണം പിശാചിൻ്റെ ഐഡിയ എന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ അടിമത്തത്തിൽ നിന്ന് പോവുകയാണ്. അതപ്പോഴും സംഭവിക്കും. ഇതാണ് നമ്മുടെ ഈ നാട്ടിലൊക്കെ സംഭവിക്കുന്നത്. ഇതിനൊക്കെ കുറിച്ചാണ് ഈ പറയുന്നത്. അതായത് നമ്മൾ ഈ ആളുകൾ അല്ലെങ്കിൽ പൗരോഹിത്യമൊക്കെ വെച്ച് തരുന്ന ഈ നിയമങ്ങളെ നമ്മൾ അനുസരിച്ചാൽ എന്താണ് ഉണ്ടാവുക എന്താണെന്ന് വെച്ചാൽ നമ്മൾ പിശാചിൻ്റെ ശൈത്താൻ്റെ അടിമത്തത്തിലേക്ക് പോയി പെടും. അള്ളാഹുവിൻ്റെ അടിമത്തത്തിൽ നിന്ന് നമ്മൾ പോകും. നമ്മളുടെ ഇഹലോകവും നഷ്ടപ്പെടും, പരലോകവും നഷ്ടപ്പെടും. ആദ്യം തുടക്കത്തിലൊക്കെ നമുക്ക് ഭയങ്കര സ്വാതന്ത്ര്യമാണ് എന്നൊക്കെ തോന്നും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ എന്താ ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ ഇത് ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ അടിമത്തത്തിലേക്ക് നമ്മൾ പോകും. ഇപ്പം ഇന്ത്യയിൽ കണ്ടില്ലേ ബീഫിൻ്റെ പേരിലൊക്കെ കൊല നടക്കുന്നത്? അതൊക്കെ ഈ തീറ്റയുടെ മുകളിലാണ് പിടിക്കുക. ബാക്കിയുള്ളവർക്ക് ഈ മേലേക്കിട ആളുകൾക്ക് തിന്നാൻ ഇഷ്ടം പോലെ ഉണ്ടാവും. കാരണം അവരുടെ ഉൽപ്പന്നമൊക്കെ അവരുടെ കയ്യിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ സാധാരണ ജനങ്ങളുടെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് ഉടമപ്പെടുത്താത്ത സാധനങ്ങളുണ്ട് ഭക്ഷണത്തിന്. ഇപ്പോൾ കോഴി അല്ലെങ്കിൽ കാട്ടുമൃഗങ്ങൾ, പക്ഷികൾ, മീൻ, ഇതൊന്നും ആരും ഉടമപ്പെടുത്തുന്നില്ല. ഇത് കൃഷി ചെയ്യണ്ടല്ലോ. കൃഷിക്ക് എന്ന് പറഞ്ഞാൽ ഉടമസ്ഥത വേണം, സ്ഥിരതാമസം വേണം, മുതൽ മുടക്ക് വേണം, പല പരിപാടികളുമുണ്ട്. ഇവരതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവർക്ക് കൃഷി പറ്റില്ല. ഇപ്പം ഞാൻ എവിടത്തിൽ താമസിക്കുന്നുണ്ടെങ്കിൽ ആ താമസിക്കാനുള്ള ജസ്റ്റ് അവകാശം മാത്രമേ ഉള്ളൂ. കാലികൾ തൊഴുത്തിൽ താമസിക്കുന്നത് പോലെ അത്രയേ ഉള്ളൂ. അല്ലാതെ ഇതിൻ്റെ മുകളിൽ ഉടമസ്ഥത ഇല്ല. അപ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഈ വക സാധനങ്ങൾ വിലക്കുക. മാംസം കഴിക്കാൻ പാടില്ല, മത്സ്യമാംസങ്ങൾ കഴിക്കാൻ പാടില്ല. പിന്നെ ഇവരെന്ത് കഴിക്കും? ഇങ്ങനെയാണ് ഈ വിലക്കുകൾ ഉണ്ടാകുന്നത്, ഈ മത്സ്യമാംസാദികളുടെ വിലക്കുകളൊക്കെ ഉണ്ടാകുന്നത്. ഇതെന്താ വെച്ചാൽ മനുഷ്യനെ വിഭജിക്കാനുള്ള ഒരു തന്ത്രമായിട്ട് വരിക. എല്ലാ മതങ്ങളിലും ഇങ്ങനെയാണ് ഇത് കയറി വരിക. അപ്പോൾ ആ ഒരു വിഷയത്തിലേക്ക് ഈ ഭക്ഷണവുമായി ബന്ധപ്പെട്ടാകുമ്പോൾ എന്താണെന്ന് നമുക്ക് വേഗം മനസ്സിലാവും. ഇത് എന്നോടിപ്പോൾ ഞാൻ സ്ഥിരമായി കഴിക്കുന്ന ഒരു സാധനം അതേ കിട്ടാനുള്ള വെച്ചാൽ കഴിക്കണ്ടെന്ന് പറയാൻ എന്താ ഉണ്ടാവുക? നമ്മൾ പട്ടിണിയിലേക്ക് പോകും. അപ്പോൾ ഈ വേട്ടയാടിയൊക്കെ കൂടി പിടിച്ചിട്ടൊക്കെയാണ് ആളുകൾ ഇതൊക്കെ ഈ ഭക്ഷണ ആവശ്യങ്ങൾ പലപ്പോഴും നിവർത്തിക്കുക. കൃഷിയില്ലാത്ത മരുഭൂമിയിലൊക്കെ അതൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അത് വിലക്കുകയാണ്, അത് ഓരോന്ന് വിലക്കുകയാണ്. ആ വിലക്കിൻ്റെ ഈ മുശ്രിക്കീങ്ങളായ ആളുകൾ മനുഷ്യന്മാർക്ക് വിലക്കിയ അത് ആ ഒരു പശ്ചാത്തലം നിങ്ങൾ മനസ്സിൽ വെക്കുമ്പോഴാണ് ഈ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവുക. അതാണ് സമാനിയത്ത് അസ്വാജിൻ്റെ 8 ഇനങ്ങൾ. ഈ വിഭാഗം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഭക്ഷണ ആവശ്യത്തിന് വേണ്ടി വളർത്തുന്ന ജീവികളാണ്. ഭക്ഷണത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി വളർത്തുന്ന അത് ചെമ്മരിയാട്, കോലാട്. അപ്പോൾ അള്ളാഹ് ചോദിക്കാം, ഇതിലിപ്പോൾ അവർ നേരത്തെ പറഞ്ഞല്ലോ, ഇതിൽ ചിലതിനെ പെണ്ണുങ്ങൾക്ക് തിന്നാൻ പാടില്ല, ആണുങ്ങൾക്ക് മാത്രമേ പാടുള്ളൂ. ചിലതിൻ്റെ പുറത്ത് കയറി യാത്ര ചെയ്യാൻ പാടില്ല. ചിലത് പിന്നെ അള്ളാഹുവിൻ്റെ പേരിൽ അറുക്കാൻ പാടില്ല. ചിലത് ഈ ഗർഭസ്ഥ ശിശുവാണിച്ചെങ്കിൽ അത് ആണുങ്ങൾക്കേ പറ്റുള്ളൂ, പെണ്ണുങ്ങൾക്ക് പറ്റില്ല. അത് ചത്താലാണിച്ചെങ്കിൽ 2 കൂട്ടർക്ക് തിന്നാം. ഈ വക നിയമങ്ങളൊക്കെ പറയുമ്പോൾ ഈ ജോഡികളിൽ ഇത് ആണിനെയാണോ അള്ള വിലക്കിയത് അതോ പെണ്ണിനെയാണോ? ഈ വിലക്കുകളും ഇതൊക്കെ ഉണ്ടായത് ചോദിക്കാം. അതായത് ആണിനെയാണ് വിലക്ക് കാണിച്ചെങ്കിൽ അത് പറയുമ്പോൾ എല്ലാവർക്കും ഒരേപോലെ വേണ്ടേ? ഒരു സംഗതിയെ വിലക്കുമ്പോൾ അത് മനുഷ്യരാകുമ്പോൾ എല്ലാവർക്കും ഒരേപോലെ വേണ്ടേ? അതല്ല പെണ്ണുങ്ങളെയാണോ വിലക്കിയത്? ഇതിൽ ആണിനെയാണോ പെണ്ണിനെയാണോ വിലക്കിയത്? അമ്മ സ്തമലത്ത് അലൈഹി അർഹാമുൽ ഉൻസയൈൻ, അല്ലെങ്കിൽ ആ പെണ്ണുങ്ങൾ ഗർഭസ്ഥ ശിശുവിനെ ഏതിനെയാണ് വിലക്കിയത്? അതാണ് അവിടെ പറയുന്നത്. നബി ഊനി ബി ഇൽമിൻ, അറിവോട് കൂടി പറയണം എന്നാണ്. ഇപ്പോൾ മനുഷ്യരൊക്കെ ഒന്നാണ് എന്നുള്ളത് അടിസ്ഥാനപരമായിട്ട് എല്ലാവർക്കും അംഗീകരിക്കേണ്ടി വരുന്നൊരു കാര്യമാണ്. അപ്പം നമ്മൾ സ്വഭാവത്തിൽ, ആകൃതിയിൽ, വെറുതിലൊക്കെ, കളറിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ മനുഷ്യൻ എന്നുള്ള നിലക്ക് ഈ മനുഷ്യരൊക്കെ ഒരേ സംഗതികൾ പിന്തുടരുന്ന ഒന്നാണ് എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കേണ്ടി വരും. അത് മതപരമായിട്ടാണെങ്കിലും ശാസ്ത്രീയമായിട്ടാണെങ്കിലും അത് അംഗീകരിക്കാതെ മുന്നോട്ട് പോവില്ല. പിന്നെ അതെങ്ങനെ വന്നു ഈ വ്യത്യസ്തത എന്നാണ്. അതുകൊണ്ടാണ് ചോദിക്കണത്, നിങ്ങൾ അത് അറിവോടുകൂടി എനിക്ക് പറയാനാണ്. ഒന്നുകിൽ നിങ്ങൾ അത് പ്രവാചകന്മാർ പഠിപ്പിച്ച അറിവ് വെക്കണം,
അതല്ലെങ്കിൽ നിങ്ങൾ ശാസ്ത്രീയമായ അറിവ് വെക്കണം. ഈ രണ്ട് ഏതെങ്കിലും നിലക്കുള്ള ഒരു അറിവോടുകൂടി എനിക്ക് പറഞ്ഞു തരൂ. ഇൻ കുന്തും സാദിഖീൻ. നിങ്ങൾ ഈ വിഭജനം ഈ മനുഷ്യരിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഭജിക്കുന്നത് എന്ന് സത്യസന്ധമായി എന്നോട് പറയുക എന്നാണ് ഈ പറയുന്നത്. ഇനി അതിൻ്റെ അതേ സംഗതി തന്നെ, വൈമിനൽ ഇബിലി ഒട്ടകത്തിൽ ഇസ്നൈനി 2 വമിനൽ ബക്കരി പശുവിൽ, അതായത് ആടിൽ മാടിൽ ഒട്ടകത്തിൽ, ഈ 3 ഇതിനെയാണ് നമ്മൾ അൻആം എന്ന് പറയുക. ഇനി ഭക്ഷിക്കാൻ നമുക്ക് അനുവാദമുള്ള വേറെ കാര്യങ്ങളും അതൊക്കെ ആകുമ്പോൾ അതിനെയാണ് നമ്മൾ ബഹീമത്തുൽ അൻആം എന്ന് പറയാം. അപ്പോൾ അത് കുറച്ചും കൂടി വിട്ട് കടന്ന്, ഇത് എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യർ വീട്ടിൽ വളർത്തുന്ന സസ്യബുക്കുകളായ ഈ ജീവികളെക്കുറിച്ചാണ് ഈ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ അൻആം എന്ന് പറയാം. അതിലും അതേ ചോദ്യമാണ്, അതിൽ ആണാണോ അതോ പെണ്ണാണോ, അതല്ല അതിലെ ഗർഭസ്ഥ ശിശുവാണോ, ഏതിനെയാണ് അള്ളാഹു വിലക്കിയത്? അത് ഒന്നുകിൽ നിങ്ങൾ അറിവോടുകൂടി ബുദ്ധിപരമായി അല്ലെങ്കിൽ പ്രാമാണികമായി പറയണം. അതല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്കത് പറയാൻ ഒരേ ഒരു സ്രോതസ്സേ ഉള്ളൂ, അതായത് അം കുന്തും ഷുഹദ ഇത് വസ്സാക്കുമുല്ലാഹു ബിഹാദ, അല്ലെങ്കിൽ ഇത് നിങ്ങൾ നിങ്ങൾക്ക് വസിയ്യത്ത് ചെയ്ത് നിങ്ങൾക്ക് നേരിട്ടിട്ട് കേൾക്കണം. അങ്ങനെ നിങ്ങൾക്ക് അവകാശവാദമുണ്ടോ എന്നായി ചോദിക്കുന്നത്. അതായത് ഇതൊക്കെ ബുദ്ധിപരമായ സംസാരങ്ങളാണ്. ഇതൊന്നും കേവലമായ ഒരു നമ്മൾ മതം എന്നുള്ള അർത്ഥത്തിൽ പറയുന്ന ഒരു വർത്താനമല്ല, ബുദ്ധിപരമായ സംസാരങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത് ഇബ്രാഹിമീ മില്ലത്ത്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമുക്ക് പഠിപ്പിച്ചത് ബുദ്ധിപരമായി ഇൽമ്, ഫിഖ്ഹ്, ഈമാൻ എന്ന് പറയുന്നത് അറിവിൻ്റെ അടിസ്ഥാനത്തിൽ നന്നായി ഗ്രഹിച്ച് ഈമാനിലേക്ക് എത്തുക. ഇത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പഠിപ്പിച്ച ഒരു മാർഗമാണ്. അതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നാണ് ഇതിലൂടെ അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നത്. ഇതൊക്കെ നമ്മൾ യുക്തിപരമായും ബുദ്ധിപരമായും ചോദ്യം ചെയ്യാവുന്ന നിലയിലേക്ക് അറിവ് കൊണ്ട് സാധാരണ മനുഷ്യർ ഉയരണം. മുസ്ലിമീങ്ങൾ മാത്രമല്ല, എല്ലാ മനുഷ്യരും ഉയരുമ്പോഴേ ഈ ചൂഷണം നടക്കാതാവുള്ളൂ. അതല്ല മനുഷ്യർ ഇതിനോട് അവഗണന പുലർത്തിയിട്ട് ഒന്നും നോക്കാതെ ഈ മേലാളന്മാർ പറഞ്ഞത് അതേപടി അംഗീകരിക്കുകയാണെങ്കിൽ, അതിപ്പോൾ ഈ ദീനിലാണെങ്കിലും അങ്ങനെ തന്നെ, ഈ പൗരോഹിത്യം പറയുന്ന വർത്തമാനം കേട്ട് നമ്മൾ അള്ളാഹു എന്താണെന്ന് പറഞ്ഞത് നോക്കില്ല, റസൂൽ എന്താണെന്ന് പറഞ്ഞത് നോക്കില്ല, നമ്മുടെ ബുദ്ധി ഉപയോഗിക്കില്ല. ഇങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ വിശ്വാസത്തിൽ യുക്തിയില്ല ബുദ്ധിയില്ല എന്നൊക്കെ പറഞ്ഞു വരുത്തിയത്. അങ്ങനെ പറഞ്ഞു വരുത്തുമ്പോൾ ഇതിനൊക്കെ നിലനിൽപ്പുള്ളൂ. അതാണ് അവർ ചെയ്യുന്ന പരിപാടി. അതാണ് അള്ളാഹ് ഇങ്ങനെ ചോദിക്കുന്നത്, അം കുന്തും ഷുഹദ ഇത് വസ്സാക്കുമുല്ലാഹു ബിഹാദ, ഇതൊക്കെ നിങ്ങളോട് വസിയ്യത്ത് ചെയ്യുന്നതിന് നിങ്ങൾ നേരിട്ട് സാക്ഷികളായിട്ടുണ്ടോ? അങ്ങനെ ഒന്നും അവർക്ക് ആർക്കും അവകാശപ്പെടാൻ പറ്റില്ല. കാരണം ഇതൊന്നും വാദിച്ച് വെറുതെ അങ്ങ് പോകാൻ പറ്റിയ കാര്യങ്ങളല്ല. ഇതൊക്കെ മനുഷ്യന്മാർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതൊന്നും ആർക്കും സാധ്യമല്ല. അപ്പോൾ പിന്നെ ഫമൻ അവലമു മിമ്മൻ ഇഫ്തറ, പിന്നെ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ അക്രമമാണ് അവർ ചെയ്യുന്നത് എന്ന് അവർ തന്നെ അംഗീകരിക്കേണ്ടി വരും. അള്ളാഹുവിൻ്റെ മേൽ വ്യാജം ചമക്കുക, അതായത് അവർ എന്തെങ്കിലും കെട്ടിയുണ്ടാക്കിയിട്ട് അത് അള്ളാഹുവിൻ്റെ മേൽ വെച്ച് ചാർത്തുക. അങ്ങനെയാണ് ഈ മതങ്ങൾ എന്ന് പറയുന്ന സാധനം ഉണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടായാലേ ഇവർക്ക്, അല്ലാതെ അവർക്ക് സ്വയം ഒരു വിശ്വാസ്യതൊന്നുമില്ല. അള്ളാഹുവിൻ്റെ പിറകിൽ നിന്നിട്ട് കൊണ്ടിട്ട് ഇവരിങ്ങനെ വ്യാജം കെട്ടിച്ചമച്ച് അള്ളാഹുവിൻ്റെ പെരടിയിലേക്ക് വെക്കണം. അങ്ങനെയാണ് അവർ ചെയ്യുക. അതാണ് ഇഫ്തിറാ അലല്ലാഹി കദിബ എന്ന് പറയുന്നത്. നുണ ഉണ്ടാക്കിയിട്ട് ഇത് തിന്നാൻ പാടില്ലെന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, ഇത് പെണ്ണുങ്ങൾക്ക് തിന്നാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് മനുഷ്യനെ വിഭജിക്കാൻ വേണ്ടി ഈ നിയമങ്ങളൊക്കെ ഇവരുടെ തലയിൽ ഇങ്ങനെ അടിച്ചേൽപ്പിക്കുക. അതെന്തിനാൽ യുളില്ലന്നാസ ബിഗൈരി ഇൽമിൻ, ഇൽമിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ മനുഷ്യനെ വഴിപഴപ്പിക്കാം. ഇൽമിൽ നിന്ന്, അതായത് മനുഷ്യൻ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുന്നതും ഗ്രഹിക്കുന്നതും അത് ചെയ്യുന്നത് ഇൽമിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ മറ്റ് ജീവജാലങ്ങൾ ചെയ്യുന്നത് ഇൽമിൻ്റെ അടിസ്ഥാനത്തിലല്ല, അത് അവരുടെ ജീനിൻ്റെ പ്രേരണയുടെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ മനുഷ്യൻ അങ്ങനെയല്ല. അതാണ് മനുഷ്യനുള്ള വ്യത്യാസം. അപ്പോൾ ഇൽമ് എന്ന് പറയുന്ന സംഗതിയെ ഏറ്റവും മുന്നിൽ വെച്ച് കൊണ്ട് നിർത്തുകയാണ്. ഇൽമില്ലാതെ നമുക്ക് ഒരു മുസ്ലിമായിട്ട് ജീവിക്കുക അല്ലെങ്കിൽ ഒരു മനുഷ്യനായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് ഈ അറിവില്ലാതെ സാധ്യമല്ല. അത് എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട. സാധാരണ ജനങ്ങൾ ഇത് മനസ്സിലാക്കുമ്പോഴേ ഈ വ്യത്യാസം എന്ന് പറയുന്നത് ഈ നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് മനുഷ്യൻ പുറത്ത് കടക്കണമെങ്കിൽ സാധാരണ എല്ലാ മനുഷ്യരും ഈ സംഗതികളൊക്കെ കൃത്യമായി അറിഞ്ഞിരിക്കണം. അള്ളാഹു ആരാണെന്നും നമ്മൾ ആരാണെന്നും
എന്താണ് നിയമങ്ങളെന്നും എന്താണ് നമുക്ക് ഈ കിട്ടുന്നിക്കൊണ്ടിരിക്കുന്നതിൻ്റെ അർത്ഥമെന്തും ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കി ഗ്രഹിച്ചാലല്ലാതെ നമുക്ക് മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ക്വാളിറ്റിയിലേക്ക് ഉയർന്നു നിൽക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഈ ചണ്ടാലന്മാരുടെ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടും. ഈ മട്ടത്തിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ താമസിയാതെ നമ്മളും ഈ ചണ്ടാലന്മാരുടെ അവസ്ഥയിലേക്കെത്തും. ബ്രാഹ്മണിസം എന്ന് പറയുന്നത് ലക്ഷ്യം വെക്കുന്നത് അതാണ് നമ്മൾ ഈ സംഘപരിവാറും ഈ കൂട്ടരൊക്കെ ലക്ഷ്യം വെക്കുന്നത് ഇതേ ഒരു പരിപാടിയാണ്. ഈ മനുഷ്യനെ മുഴുവൻ ചണ്ടാളരാക്കി മാറ്റിയിട്ട് ഈ ഭൂമിയിലെ അധികാരങ്ങളും വിഭവങ്ങളും അവർ മാത്രം കൈയടക്കുക, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുക. അതുതന്നെയാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. അതിൻ്റെ കാരണക്കാരാരാന്ന് ചോദിച്ചാൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാരാണ്. ഏതൊരു ജനമാണോ ആ ജനം അർഹിക്കുന്ന ഭരണമേ അവർക്ക് കിട്ടുള്ളൂ, നേതൃത്വത്തെ കിട്ടുള്ളൂ. യഥാ പ്രജ തഥാ രാജ എന്നാണ്. പ്രജകൾ എങ്ങനെയാണോ അതേപോലെ തന്നെ ആവും രാജാക്കന്മാരും. അപ്പം നമ്മൾ തുടങ്ങേണ്ടതൊക്കെ നമ്മളിൽ നിന്നാണ്. അല്ലാതെ അവിടുന്ന് ഇങ്ങോട്ട് വരും എന്ന് വിചാരിച്ചിട്ട് ആരും കാത്തിരിക്കേണ്ടതില്ല. ആരും അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങോട്ടായിട്ട് വരില്ല. അത് ഇനി അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ തന്നെ അത് വേറൊരു തന്ത്രം എന്നേ മനസ്സിലാക്കേണ്ടതുള്ളൂ. അത് അല്ല പറയണമെന്നുണ്ട്. ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമിനെയാണ്. കണ്ട, കൗമിന് ഇതൊന്നും വേണ്ടെന്ന് വിചാരിച്ചാൽ, അതായത് നമ്മളെപ്പോലുള്ള ഈ കൗമിന് ഹിദായത്ത് വേണ്ടെന്ന് വിചാരിച്ചാൽ പിന്നെ ആർക്കാ? അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്. അതല്ല, അള്ളാഹ്ക്ക് ഇതൊന്നും ആവശ്യമില്ല. അള്ളാഹു സമതാണെന്ന് അള്ളാഹ് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ഒന്നും കിട്ടിയിട്ട് വേണ്ട അള്ളാഹ്ക്ക്. നമുക്ക് വേണമോ? നമുക്ക് വേണമെങ്കിൽ നമ്മൾ തീരുമാനിക്കണം. നമ്മൾ തീരുമാനിച്ചാലല്ലാതെ ഹിദായത്ത് നമ്മളിലേക്ക് വരില്ല. അപ്പോൾ ഹിദായത്ത് എന്താണെന്നും കൂടി നമ്മൾ ഇതിലേക്ക് ചിന്തിക്കണം. നമ്മളുടെ തീരുമാനത്തിനനുസരിച്ച് അള്ളാഹു നമ്മിലേക്ക് തരുന്നതാണ് ഹിദായത്ത്. നിയമം ഇവിടെ അള്ളാഹ് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അത് നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല. നമ്മൾ കിട്ടണമെങ്കിൽ, നമുക്കിതൊക്കെ ഗ്രഹിക്കണമെങ്കിൽ, നമുക്കിത് മനസ്സിലാവുകയല്ലേ നമ്മളിത് തീരുമാനം എടുത്തില്ലെങ്കിൽ. നമ്മളിത് തീരുമാനമെടുക്കുന്നതിനനുസരിച്ചാണ് നമുക്കിത് മനസ്സിലാവുന്നത് തന്നെ. അതുകൊണ്ടാണ് ഇത് നൂറെന്ന് പറയുന്നത്. നൂറെന്ന് അറിയില്ലേ? നൂറൻ യഹ്ദി എന്ന് പറയില്ലേ? ഇത് നൂറായി മാറണമെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ ഈ തീരുമാനമെടുക്കണം. നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിനെ റബ്ബായും മലിക്കായും ഇലാഹായും അംഗീകരിച്ച് ആ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിക്കാൻ നമ്മൾ തീരുമാനമെടുക്കുമ്പോഴേ അള്ളാഹ് ഈ പറയുന്ന വിഷയം എന്താണെന്ന് തന്നെ നമുക്ക് മനസ്സിലാവുള്ളൂ. അതല്ല നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനാണ് നമ്മൾ തീരുമാനിക്കുന്നത്. ഈ പറയുന്നതൊന്നും നമ്മിലേക്ക് അങ്ങ് കയറാൻ പോകുന്നില്ല. സംഗതി നിയമമൊക്കെ ഇവിടെ ഉണ്ടാവും, പക്ഷെ നമുക്കത് കിട്ടില്ല. അത് അള്ളാഹ് പറയണത് ആ കൗമ് തീരുമാനമെടുക്കാതെ അള്ളാഹു പിടിച്ചിട്ട് കൽപ്പിച്ചു കൂട്ടി അവരെ ഹിദായത്തിലാക്കാൻ വേണ്ടി ആരും വിചാരിക്കേണ്ട. കാരണം ഇത് അള്ളാഹുവിൻ്റെ ആവശ്യമില്ല. ആവശ്യം ആരുടെയാണോ അവർ തീരുമാനമെടുക്കണം. ആ തീരുമാനമെടുക്കാതെ ഈ മാറ്റം എന്ന് പറയുന്ന സംഗതി നടക്കില്ല. അത് എല്ലാ സമൂഹങ്ങളിലും അങ്ങനെ. ഈ കൗമി തീരുമാനമെടുക്കാത്തത് കൊണ്ടാണ് ഈ ആയിരക്കണക്കായിട്ട് ഈ വർഷങ്ങളൊക്കെ ഈ മനുഷ്യന്മാർ ഈ അടിമത്തത്തിലേക്ക് കടക്കേണ്ടി വരുന്നത്. കൗമാണ് പ്രധാനം. കൗമ് വിചാരിച്ചാൽ അള്ളാഹു അതിനുള്ള മാർഗം കാണിച്ചു കൊടുക്കും, അള്ളാഹു അവരെ ഏറ്റെടുക്കുകയും ചെയ്യും. പക്ഷേ കൗമ് വിചാരിക്കണം. കൗമിലൊരു 10% വിചാരിക്കണം. എന്നിട്ട് ഇനി അതിൻ്റെ പറയാം, കുല്ല അജിദു, ഞാൻ കാണുന്നില്ല, ഞാൻ കണ്ടെത്തിയില്ല, ഫീമാ ഊഹയ ഇലയ്യ, എന്നിലേക്ക് വഹയി നൽകപ്പെട്ട ഇതിൽ ഞാൻ കാണുന്നില്ല, ഹറാമൻ മുഹറമൻ, ഹറാമാക്കപ്പെട്ടതായത്. അതായത് ഈ അൻആമിൽ ഹറാമാക്കപ്പെട്ടതായിട്ട് ഞാൻ കാണുന്നത് നിങ്ങൾ ഈ പറയുന്ന സംഗതികളൊന്നല്ല. എനിക്ക് വഹയി കിട്ടിയത് ഇതാണ്. അത് അലാ ത്വാഇമി യത്അമുഹു, ഇതിനെ ഭക്ഷിക്കുന്ന ഒരാൾക്കുമേൽ ഹറാമായിട്ട് ഇത്ര കാര്യങ്ങളേ ഉള്ളൂ. അത് ഒന്ന്, ഇല്ല അയ്യക്കൂന മൈത്തത്തൻ, അത് ശവമായിരിക്കണം. ശവമായാൽ അതിനെ കഴിക്കാൻ പാടില്ല. ഔ ദമൻ മസ്ഫൂഹൻ, അല്ലെങ്കിൽ ഒഴുക്കപ്പെട്ട രക്തമായിരിക്കണം. അതായത് അറുക്കുമ്പോൾ അതിൽ നിന്ന് ഒഴുകി വന്ന രക്തമായിരിക്കണം. അതായത് രക്തം എന്ന് പറയുമ്പോൾ കരൾ രക്തമാണ്, പ്ലീഹ രക്തമാണ്, ഒക്കെ രക്തം. പക്ഷേ അത് ഒഴുകുന്ന രക്തമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കഴിക്കാം. ഒഴുകുന്ന രക്തത്തിനാണ് അള്ളാഹു ഈ പറഞ്ഞ വിലക്കുള്ളത്. ഔ ലഹമ ഖിൻസീർ, അതല്ലെങ്കിൽ പന്നിയുടെ മാംസം. ഈ മൂന്നും ഫ ഇന്നഹു റിജുസും, അത് മലിനമാണ്, അത് മാലിന്യമാണ്. അതുകൊണ്ട് തന്നെ അത് കഴിക്കാൻ പാടില്ല. അത് ഭൗതികമായി തന്നെ മാലിന്യങ്ങളായതുകൊണ്ട്.
ഔ ഫിസ്ഖൻ നുഹില്ല ലിഗൈരില്ല. ഇത് ധാർമ്മികമായ മാലിന്യമാണ്. രണ്ട് തരം മാലിന്യങ്ങളുണ്ട്. ഒന്ന് ധാർമ്മികമാണെങ്കിൽ ഒന്ന് ഭൗതികമാണ്. അല്ലാഹുവല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ടത്, അതിപ്പോൾ നമ്മളിങ്ങനെ മൈക്രോസ്കോപ്പ് വെച്ചിട്ട് പരിശോധിച്ചാലൊന്നും അതിൽ മാലിന്യമൊന്നും ചിലപ്പോൾ കാണില്ല, അണുക്കളൊന്നും ഒന്നും കാണില്ല. പക്ഷേ അത് ധാർമ്മികമായ മാലിന്യമാണ്. അതുകൊണ്ടാണ് അതിനോട് ചേർന്ന് ഫിസ്ക് പറയുന്നത്. അത് അള്ളാഹുവിൻ്റെ വെച്ച നിയമങ്ങളിൽ നിന്ന് തെറിച്ച് പുറത്തു പോയ ഒരു സംഗതിയാണ്. ഒരു സാധനത്തിനെ അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കുക എന്ന് പറയുന്നത് തന്നെ അധർമ്മമാണ്. അധർമ്മമായൊരു വസ്തു പിന്നെ തിന്നുക എന്ന് പറയുന്നത് വേറൊരു അധർമ്മമാണ്. അതാണത് ഫിസ്ക്. ഈ 4 എണ്ണേ ഉള്ളൂ. ഈ 4 എണ്ണേ ഈ അൻആമുകൾ തിന്നുന്നവർക്ക് മേൽ തിന്നാൻ പാടില്ല എന്ന് അള്ളാഹ് വിധിച്ചിട്ടുള്ളൂ. ഫമനിൽ തുറ. ഇനി ആരെങ്കിലും ഇതിൽ നമ്മളിങ്ങനെ പറയുമ്പോഴൊരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഇസ്ലാമിൽ ഈ 4 സാധനമേ വിലക്കപ്പെട്ടിട്ടുള്ളൂ, അങ്ങനെയാണോ? അല്ല. അതുകൂടി നമ്മൾ, കാരണം ഇതിൻ്റെ ചർച്ചയിൽ അങ്ങനെയുള്ള അഭിപ്രായമുള്ള ആളുകളുണ്ട്. മുസ്ലിം പണ്ഡിതന്മാരിൽ തന്നെ അങ്ങനെ അഭിപ്രായമുള്ളവരുണ്ട്. എങ്ങനെ? ഈ 4 എണ്ണമല്ലാത്തതൊക്കെ മനുഷ്യന്മാർക്ക് തിന്നാം. അതിനവർ തെളിവും പറയുന്നുണ്ട്. അത് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്നിട്ട് ചോദിക്കുന്നു, മുള്ളം പന്നിയെ തിന്നാൻ പറ്റുമോ? അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഈ ആയത്ത് ഓതി കൊടുത്തു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് വന്നിട്ട് ഈ ദ്രംഷ്ടയുള്ള, അതായത് ഈ എന്താണ് മറ്റേ ഭക്ഷ്യമല്ല, കാട്ടിലെ മറ്റേ പുലി പോലുള്ള സംഗതികളുണ്ട്, അവർക്ക് എന്താ പറയുക, മാംസബുക്കായ ഈ ജീവികളെ, അതുമാതിരി പരുന്ത് പോലത്തെ പിടിയന്മാരുണ്ടല്ലോ, പക്ഷി പിടിച്ചിട്ട് ജീവിക്കുന്ന, അതിനൊക്കെ തിന്നാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോഴും ഇങ്ങനെ ആയിഷ ബീവിയും ഈ ആയത്ത് ഓതിക്കൊടുത്തതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പറയപ്പെട്ട സാധനങ്ങളല്ലാത്തതൊക്കെ തിന്നാന്നാണ്. എന്നാൽ നമ്മുടെ ഫുഖഹാക്കളുണ്ടല്ലോ, അപ്പോൾ മദ്ഹബിൻ്റെയൊക്കെ അങ്ങനത്തെ, അവരാരും അത് അംഗീകരിക്കുന്നില്ല. അവർ പറയുന്ന ന്യായം എന്താണെന്ന് ചോദിച്ചാൽ, അവർ പറയുന്നത് ഖുർആൻ ഈ പറയുന്ന വിഷയം എന്ന് പറയുന്നത് എന്ത് തിന്നാം എന്ത് തിന്നരുത് എന്നുള്ള വിഷയമല്ല. പിന്നെയോ ഇത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അൻആമുകൾ ഭക്ഷിക്കാൻ വേണ്ടി മനുഷ്യൻ വളർത്തുന്ന ജീവികളിൽ അവർ കൊണ്ടുവച്ചിട്ടുള്ള വേറെ നിയമങ്ങളുണ്ടല്ലോ, പറയണ മനസ്സിലാവുണ്ടോ? അവർ കൊണ്ടുവച്ചിട്ടുള്ള, അപ്പം അതിൻ്റെ ആ പെണ്ണുങ്ങൾക്ക് തിന്നാൻ പറ്റില്ല, അത് ആണുങ്ങൾക്ക് തിന്നാൻ, ഇതിങ്ങനെ കുറേ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളെയാണ് ഇവിടെ പറയുന്നത്. അല്ലാതെ എന്ത് തിന്നാം എന്ത് തിന്നരുത് എന്ന് മുസ്ലിമീങ്ങൾക്ക് കൊടുക്കുന്ന നിയമമല്ല അത്. ഞാൻ പറയണ മനസ്സിലാവുണ്ടോ? അതാണ് ഇവിടെ ഈ പറയുന്നത് എന്നാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്, നാട്ടുകഴുതയെ തിന്നാൻ പാടില്ല. ബുഖാരി മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുമാതിരി ഈ വന്യമൃഗങ്ങൾ, അതിനെ തിന്നാൻ പാടില്ല. വന്യമൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ മാംസഭുക്കുകളായ വന്യമൃഗങ്ങളെ തിന്നാൻ പാടില്ല. അതുമാതിരി ഈ നഖമൊക്കെ പിടിക്കുന്ന ഈ വേട്ടപ്പക്ഷികളെ തിന്നാൻ പാടില്ല. അതൊക്കെ റസൂല് വിലക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്ന വിഷയം സവിശേഷമായ ഒന്നാണ്. അതായത് അൻആമുകൾ, ആട്, മാട്, ഒട്ടകം, ഇതിനാണ് ഭക്ഷ്യ ആവശ്യത്തിന് വേണ്ടി മനുഷ്യന്മാർ വളർത്തുക. ആ വളർത്തുന്ന ജീവികളിൽ ഇവർ കൊണ്ടുവച്ചിട്ടുള്ള പിന്നെയുള്ള വിലക്കുകൾ, ആ വിലക്കുകളാണ്. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയാം. അതായത് ഇത് ഇബ്രാഹിം നബി തൊട്ടിട്ട് തന്നെ, ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ മില്ലത്തിൽ തന്നെയും ഇതേ വിലക്കുകളെ ആ വിഷയത്തിലുള്ളൂ. പിന്നുള്ളൊരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, അത് ഖുർആൻ വേറൊരുത്തർ പറയുന്നുണ്ട്. ഈ യാക്കൂബ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ചില വിലക്കുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരു സാധനം, ഇപ്പോൾ കോഴി തിന്നൽ ജായിസാണ് എന്ന് വെച്ചിട്ട് ഇപ്പോൾ ഞാൻ കോഴി തിന്നോളണമെന്നുണ്ടാകും, അങ്ങനെയില്ല. ജായിസ് എന്ന് പറയുന്നത് നിർബന്ധമല്ല. എനിക്ക് വേണമെങ്കിൽ എന്തോ കാരണത്താൽ അത് വേണ്ടെന്ന് വെക്കാം. അതൊന്നുമല്ല, എൻ്റെ ഒരു പക്ഷേ ഇഷ്ടമല്ല എന്ന് വെച്ചാൽ എന്നിട്ട് മതി. ഇപ്പം മീൻ നമുക്ക് അനുവദനീയമാണ്, പക്ഷെ മാന്തൾ ഇഷ്ടമല്ല എന്ന് വിചാരിച്ചാൽ ആ മാന്തൾ തിന്നണ്ട. എന്നതുപോലെ ബനു ഇസ്രായേൽ, അതായത് യാക്കൂബ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ചില സംഗതികളിൽ നിന്ന് വിട്ടുവന്നു. അത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കാര്യമാണ്. അത് വെച്ചിട്ട് ഈ യഹൂദന്മാർ പിന്നീട് എന്ത് ചോദിച്ചു എന്ന് വെച്ചാൽ ചില സംഗതികളെ വിലക്കി. അങ്ങനെ ഒരു സംഗതികൾ ഉണ്ടായിട്ടുണ്ട്. അത് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. അത് യാക്കൂബ് നബി അദ്ദേഹത്തിന് സ്വന്തമായിട്ട് പേഴ്സണൽ അഭിപ്രായത്തിൽ മാറ്റി വേണ്ടെന്ന് വെച്ചതാണ്, അല്ലാതെ അവർക്ക് ഹറാമായതല്ല.
അപ്പോൾ ഇപ്പോൾ ഈ റസൂലിന് കൊടുത്ത ഈ നിയമങ്ങൾ തന്നെയായിരുന്നു ഇബ്രാഹിം നബി മുതലൊക്കെ ഉള്ള നിയമം. ബനു ഇസ്രായേലിന് അങ്ങനെ പ്രത്യേക ഒരു സാധനം വിലക്കിയിട്ടില്ല എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. പക്ഷേ നമ്മൾ ചോദിക്കണം, ഈ അൻആം പറയുമ്പോൾ പിന്നെ ഇതിൽ പന്നി എങ്ങനെ കയറി വന്നു എന്ന്. അതാണ് അതിലത്തെ വിഷയം. ഈ പന്നി പിന്നെ എങ്ങനെ കയറി വന്നു? പന്നി ഒരിക്കലും അൻആമല്ലല്ലോ. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ഈ ബനു ഇസ്രായേലിയർക്ക് പന്നി ഹറാമാണ്. പന്നി ഹറാമാണ്. അതായത് നമ്മൾ ഉൽപ്പത്തി ലേവ്യ പുസ്തകത്തിൽ പറയാണ്, പന്നികൾ ഇവരുടെ ഒരു എന്താ വെച്ചാൽ കുളമ്പ് പിളർന്നിട്ടില്ലാത്തത്, അതല്ലെങ്കിൽ അയവറക്കാത്തത്, ഇതൊക്കെ അവർക്ക് ഹറാമായിരുന്നു. പന്നി കുളമ്പ് പിളർന്നതായി, പന്നിയുടെ കുളമ്പ് പിളർന്നിട്ടാണ്, ഒറ്റ കുളമ്പല്ല, രണ്ടായി പിരിഞ്ഞിരിക്കുന്നത് തന്നെ എങ്കിലും അയവിറക്കുന്നതല്ലായകയാൽ അത് നിങ്ങൾക്ക് അശുദ്ധമാണെന്നാണ്. അതായത് പന്നി അയവിറക്കില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് അത് അശുദ്ധമാണ്. അതുമാതിരി ഇവയുടെ മാംസം നിങ്ങൾ തിന്നരുത്, നിങ്ങളത് തൊടും ചെയ്യരുത് എന്നാണ്. മാംസം തിന്നരുത് എന്ന് മാത്രമല്ല, സാധനത്തിന് തൊടും ചെയ്യരുത്, അത് നിങ്ങൾക്ക് അശുദ്ധമാണ്. കാരണം ഇവിടെ പറയുന്നത് റിജസ് എന്നാണ്. കണ്ട, റിജസ് എന്ന് പറഞ്ഞാൽ നജസ് എന്നുള്ളൊരർത്ഥത്തിലാണ്. അപ്പോൾ നമ്മൾ പോലും ഈ ശവങ്ങളൊക്കെ തൊട്ടാൽ അത് വെച്ചിട്ട്, ഈ നിയമം വെച്ചിട്ട് റിജസ് എന്ന് പറയുമ്പോൾ ശവങ്ങൾ തൊട്ടിട്ടുണ്ടെങ്കിൽ നമ്മളും അത് കഴുകണം നമ്മൾ. അതൊക്കെ ചില ഫുഖഹാക്കളും നമ്മുടെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഇത് പരാമർശിക്കാനുള്ള കാരണം, അങ്ങനെ യഹൂദർക്ക് ബനു ഇസ്രായേലിയറിന് പന്നി ഹറാമായിരുന്നെങ്കിൽ പിന്നെ പന്നി തിന്നരുത് എന്ന് പറയുന്ന കാരണം എന്താ വെച്ചാൽ, ക്രിസ്ത്യാനികൾ ഇത് ഹലാലാക്കി എന്നുള്ളതാണ്. അപ്പോൾ ഖുർആൻ ഇവിടെ ഈ പറയുമ്പോൾ എന്താ ചോദിച്ചാൽ, ഇതിൻ്റെ ചുറ്റിലും വേദക്കാരുണ്ട്. വേദക്കാരിൽ യഹൂദരുണ്ട്, ക്രിസ്ത്യാനികളുമുണ്ട്. ഈ ക്രിസ്ത്യാനികൾ ഇത് ഹലാലാക്കിയത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഈ ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒരു വചനമായിട്ട് കാണാം. അതായത് നിങ്ങളുടെ ഉള്ളിലേക്ക് പോകുന്നതല്ല നിങ്ങളെ അശുദ്ധമാക്കുന്നത്, നിങ്ങളിൽ നിന്ന് പുറത്തു വരുന്നതാണ്. ഈസാ നബി അത് തീറ്റയുടെ കാര്യത്തിൽ പറഞ്ഞതല്ല. അത് വെച്ച് വ്യാഖ്യാനിച്ചിട്ട് ഇവരെന്താ വെച്ച് എന്തും തിന്നാനാക്കി, എന്തും മനുഷ്യർക്ക് അങ്ങനെയാണ് ഈ ക്രിസ്ത്യാനികൾ പന്നിയെ ഹലാലാക്കിയത്. പക്ഷേ ഇന്നും എത്യോപ്യൻ ഓർത്തഡോക്സ് സഭ, അങ്ങനത്തെ ചില സംഘങ്ങൾ, സെവൻത്ത് ഡേയ്സ് എന്ന് പറഞ്ഞിട്ട് വേറൊരു കൂട്ടർ, അവർക്കൊക്കെ എപ്പോഴും പന്നി ഹറാമായി ക്രിസ്ത്യാനികളിൽ. അപ്പോൾ അതുകൂടി വെച്ചിട്ടാണ് ഈ പന്നീനെ ഈസാ നബിയുടെ പേരും പറഞ്ഞിട്ട് ഹലാലാക്കിയിട്ടുണ്ട്. ഈസാ നബിയുടെ പേരിൽ വ്യാജം ചമച്ചിട്ട് ഹറാമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ആ പന്നി ഇതിൽ കയറി വരണേ. അത് പറഞ്ഞില്ലെങ്കിൽ എന്താ ചോദിച്ചാൽ, ഈ പന്നി ഹലാലാവും. പിന്നെ പന്നീനെ പേര് അൻആമിലേക്ക് മാറ്റി. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഈ പന്നിയുടെ ഈ അൻആമിൻ്റെ ഇടയിൽ പന്നിയും കൂടി പറയാൻ ഉള്ള കാരണമായിട്ട് എനിക്ക് മനസ്സിലാവുന്നത്. അത് ഏതെങ്കിലും തഫ്സീറിൽ നിന്ന് വായിച്ചതൊന്നല്ല, നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് പക്ഷേ അത് യുക്തിഭദ്രമാവണമെങ്കിൽ ഈ പന്നിയും കൂടി കയറി വന്നതെങ്കിൽ അതിന് നമ്മൾ കാര്യം എന്താണെന്ന് കണ്ടെത്തണം. അതിൻ്റെ വിഷയം ഇതാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അല്ലാഹു അലം. ഇനി ഫമനിൽ തുറ ഗൈറ ബാഗിൻ, അതായത് ആരെങ്കിലും ഒരു നിയമലംഘനം എന്നുള്ള നിലക്ക്, ഒരു അതിക്രമം എന്നുള്ള നിലക്ക് അല്ലാതെ, എന്തപ്പോൾ തിന്നാൽ എന്ന് പറഞ്ഞിട്ടൊരു സംഗതി ഉണ്ടല്ലോ, എന്തപ്പോൾ പന്നി തിന്നാൽ എന്ന് പറയുന്നൊരു സംഗതി, എന്തപ്പോൾ ശവം തിന്നാൽ, എന്താ അള്ളാഹല്ലാത്ത ബാക്കിയുള്ളവരുടെ പേരിൽ അർത്ഥം തിന്നാൽ, അങ്ങനെ ഒരു സംഗതി. അതല്ലെങ്കിൽ അത് പതിവാക്കാതെ, അതായത് ഒരാൾ കടുത്ത പട്ടിണി ഉണ്ടാകുമ്പോൾ ആ പട്ടിണിയുടെ ആ നല്ല വിശപ്പിൽ അയാൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല വെച്ചുമ്പോൾ ഈ സാധനത്തിൽ ഏതും തിന്നാം. ശവമാണെങ്കിലും കൊള്ളാം, അത് രക്തമാണെങ്കിലും കൊള്ളാം, അതല്ലെങ്കിൽ അള്ളാഹു അല്ലാത്ത പേരിൽ അടുത്തതായാലും പന്നിമാംസമാണെങ്കിലും ഒക്കെ തിന്നാം. പക്ഷേ അതിൻ്റെ അപ്പോഴും അയാളുടെ ആ മനോഘടന ഇതിനെ ലംഘിക്കുന്നതാവരുത്. ബോഡി വേറെയാണ്, റൂഹ് വേറൊന്നാണ്. റൂഹിന് ഈ ഭക്ഷണം ആവശ്യമില്ല, പക്ഷെ ബോഡിക്ക് ഇത് ആവശ്യമുണ്ട്. പക്ഷേ നമ്മൾ ബോഡിയും കൂടി പരിഗണിക്കണം. അപ്പോൾ ബോഡിക്ക് ആവശ്യമുള്ളത് നമ്മളവിടെ കൊടുക്കും. റൂഹിന് ആവശ്യമുള്ള എന്താ, നമ്മുടെ നിലപാടാണ്. നിലപാടിൽ നമ്മൾ വിട്ടുവീഴ്ചയും ചെയ്യില്ല. എപ്പോൾ നമുക്ക് അതിൽ നിന്ന് മോചിതമാകുമോ അപ്പം നമ്മളത് തിന്നും. ഇത് കിട്ടുന്നതല്ലേ, നല്ല രുചിയല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വയറിറച്ചി ഇത് തിന്നില്ല. നമ്മൾ ആ വിശപ്പ്
ആ ആവശ്യത്തിനുള്ള, അതായത് ജീവൻ നിലനിർത്താനുള്ള ആ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രമേ നമ്മൾ കഴിക്കൂ. അതാണ് ഈ ആദും വാവും എന്ന് പറയുന്ന സാധനം. അതൊക്കെ ഇത് ഹലാലായത് കൊണ്ടല്ല. ഇന്ന റബ്ബക ഗഫൂറുർ റഹീം, അത് അള്ളാഹുവിൻ്റെ വേറൊരു ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ടതാണ്. അള്ളാഹു ഗഫൂറാണ്, അള്ളാഹു കാരുണ്യവാനാണ് എന്നുള്ള ഈ നിലക്കാണ് അത് നിങ്ങൾക്ക് അനുവദനീയമാകുന്നത്, അല്ലാതെ അത് ഹലാലായതുകൊണ്ട് അല്ല എന്നാണ് പറയുന്നത്. വഅലല്ലദീന ഹാദു, ഈ ഹാദു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇത് ബനൂ ഇസ്രായേലിയർ മൊത്തമല്ല, യഹൂദരായവരാണ്. യഹൂദരാകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ അത് ഏറെക്കുറെ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒക്കെ കാലശേഷം. അതിൻ്റെ മുമ്പ് അവർ ബനൂ ഇസ്രായേലാണ്. ബനൂ ഇസ്രായേൽ എന്ന് പറയുമ്പോൾ ഒരു പ്രവാചകനോട് ബന്ധിപ്പിച്ചിട്ടാണ് ആ വർത്തന തന്നെ, അതായത് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിനോട്. യാ അയ്യുഹല്ലദീന ഹാദു, അങ്ങനെ റസൂൽ ഇവരെ വിളിക്കാറന്നല്ല ഖുർആൻ. യാ ബനി ഇസ്രായേലിനെ വിളിക്കൂ, യാ ബനി ഇസ്രായേലിനെ വിളിക്കൂ. അല്ലെങ്കിൽ പിന്നെ യഹൂദരായി തീർന്നവർ, അല്ലദീന ഹാദു, അവർ യഹൂദരായി തീർന്നവരെന്നാണ് പറയാം. അതായത് ഒന്ന് ഒരു പ്രവാചകൻ്റെ തുടർച്ചയാണ്, മറ്റൊന്ന് അവർ വംശീയതയിലേക്ക് മാറിയതാണ്. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് ശേഷമാണ് ഈ യഹൂദ എന്ന് പറയുന്നത് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ 4ാമത്തെ മകനാണ് യഹൂദ. ആ പേര് അദ്ദേഹത്തിന് വന്നതിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഹദ എന്ന് പറഞ്ഞാൽ ഇന്നാ ഹുദ്ന ഇലൈക്ക്, മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒരു പ്രാർത്ഥന. ഹുദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹദ എന്നൊക്കെ പറയുമ്പോൾ തൗബയുടെ ഒരർത്ഥം, ഞാൻ നിന്നിലേക്ക് മടങ്ങുന്നു. അതുകൊണ്ടാണ് യാ ഹുദ എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ആ ഒരു ഇതുമായി ബന്ധിപ്പിച്ചിട്ട് അള്ളാഹുവിലേക്ക് മടങ്ങുക എന്നുള്ള അർത്ഥത്തിലാണ് യഹൂദ എന്ന പേര് വരുന്നത്. യാക്കൂബ് നബി മകന് പേരിടുമ്പോൾ അങ്ങനെ പേരിടുമോ? പക്ഷേ യഹൂദന്മാർ വാദിക്കുന്നത് അങ്ങനെയല്ല, അത് യഹൂദ എന്നല്ല, യഹൂദ എന്നാണ്. ദാ എന്ന് പറഞ്ഞാൽ പുള്ളിയുള്ളതാണ്. യഹോ എന്ന് പറഞ്ഞാൽ ദൈവം, ദാ എന്ന് പറഞ്ഞാൽ ഇത്. അപ്പം എന്താ ഈ അർത്ഥം? ഇത് ദൈവമാണ് എന്നാണ്. ആര്? ഈ മോനെ യാക്കൂബ് നബി അങ്ങനെ പേരിടുമോ? അപ്പോൾ അതാണ് ഭയങ്കര വ്യത്യാസമാണ്. അവർ യഹൂദരായി തീർന്നു, എന്നിട്ട് അതിന് പല വ്യാഖ്യാനങ്ങളും അവർ ഉണ്ടാക്കി തീർന്നു. അങ്ങനത്തെ ഒരുക്ക് ഹറംന, ഞാൻ ഹറാമാക്കി, കുല്ലദീ ദുഫുരിൻ, എല്ലാം നഖമുള്ളതിനെ. ഈ കുളമ്പ്, ഈ നഖത്തിന് ഇതിനൊക്കെയാണ് ദുഫുർ എന്ന് പറയുന്നത്. അതായത് ഈ കുളമ്പ് പിളർന്നതല്ലാത്തത്, ഒറ്റ കുളമ്പുള്ള സംഗതികളെ ഇവർക്ക് ഹറാമാക്കി. അതുമാതിരി ഈ നഖമുള്ള സംഗതികളെയും ഹറാമാക്കി. ഇതൊക്കെ ഞാൻ ഹറാമാക്കി. അത് അവർ യഹൂദരായി തീർന്നതിൻ്റെ ഉണ്ടായ ശേഷമാണ്. ഇവിടെ നമ്മൾ ഹറാമാക്കി എന്നൊക്കെ അള്ളാഹ് പറയുമ്പോൾ ഇത് അള്ളാഹു പ്രവാചകന്മാർ മുഖേന ഇവർക്ക് ഹറാമാക്കിയതാണോ, അതല്ല ഇവർ സ്വയം ഹറാമാക്കിയത്, അതിൽ പോയി കുടുങ്ങിയതാണോ? ഈ അള്ളാഹ് ഹറാമാക്കി എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു സംഗതി ഉണ്ട്. മിക്കവാറും ഇത് ഇവർ തന്നെയും ഇവർക്ക് ഹറാമാക്കിയതായിരിക്കും. നേരത്തെ നമ്മൾ ഇന്ത്യയിലത്തെ കാര്യം പറഞ്ഞതുപോലെ ഇവർ ഹറാമാക്കിയ അള്ളാഹുവിലേക്ക് ചേർത്ത് പറയും. അപ്പോൾ ഖത്തമല്ലാഹു അലാ ഖുലൂബിഹിം, അവരുടെ മനസ്സുകൾക്ക് ഞാൻ സീല് വെച്ചു എന്ന് പറയുമ്പോൾ എന്തുണ്ടായി? അള്ളാഹ് സീല് വെച്ചത് കൊണ്ട് അവർ വടക്കായതാണോ? വടക്കായതുകൊണ്ട് സീൽ അങ്ങനെ ആയതാണോ? അങ്ങനെയാണല്ലോ. അതായത് അവർ തന്നെയും അവരുടെ മനസ്സുകൾ അടച്ചു വെച്ചത് കൊണ്ട്, അള്ളാഹുവിൻ്റെ മാർഗദർശനത്തിലേക്ക് തുറക്കാത്തത് കൊണ്ട് പിന്നെ അത് അള്ളാഹ് അങ്ങനെ ആക്കി. അതങ്ങനെ ആയിപ്പോയി. ഇവിടെയും അതാണ് സംഭവിച്ചിരിക്കാൻ സാധ്യത. കാരണം ഇത്ര വലിയൊരു കാര്യം നബിമാർ വന്ന് പറയുമ്പോഴത്തേനും അവർ കേൾക്കുന്നില്ല. സാധാരണ തിന്നുകൊണ്ടിരിക്കുന്ന, നമ്മളോട് പോത്തിറച്ചി തിന്നണ്ടെന്ന് പറഞ്ഞിട്ട് തിന്നണ്ടെന്ന് എല്ലാവരും കൂടി വന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കും. എന്നതുപോലെ ഇവർ തിന്നുകൊണ്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ തിന്നണ്ടെന്ന് പറഞ്ഞാൽ അത് കേൾക്കുന്ന ആളുകളൊന്നും ആയിരുന്നില്ല ഈ യഹൂദർ. അവർക്ക് ഇഷ്ടമില്ലാത്തത് പറയുകയാണെച്ചെങ്കിൽ അവർ ഇവരങ്ങ് കൊല്ലായിരുന്നു. അങ്ങനെയാണ് സക്കരിയ നബീനെ, യഹ്യാ നബീനൊക്കെ അവർ കൊന്നത്. യഹ്യാ നബീനൊക്കെ കൊന്നത് എന്ന് പറഞ്ഞാൽ രാജാവ് കാമുകിയുടെ ആവശ്യാർത്ഥം ഒരു പ്രവാചകനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ തല വെട്ടിയിട്ട് തളികയിൽ സമർപ്പിക്കുക ചെയ്തത്. വ്യഭിചാരത്തിനെതിരെ പറഞ്ഞതിന് സക്കരിയ നബിനെ ഹൈക്കൽ സുലൈമാനിയിൽ ബൈത്തുൽ മുഖദ്ദസിൽ ഇട്ടിട്ട് എറിഞ്ഞു കൊന്ന്, അതേ ശിക്ഷ കൊടുത്ത് കൊന്ന്. ഇതൊക്കെ നബിയാണെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്തത് അവർ. അപ്പോൾ അങ്ങനത്തെ ആളുകൾ നബിമാർ വന്ന് പറയുമ്പോഴത്തേന് ഇതൊക്കെ അങ്ങോട്ട് അനുസരിക്കുന്നു വിചാരിക്കാൻ
അത് ഉണ്ടാവില്ല. പിന്നെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ മനുഷ്യരെ അടിമകളാക്കാൻ മനുഷ്യർക്ക് അവൈലബിൾ ആയിട്ടുള്ള ഈ ഭക്ഷണങ്ങളുടെ മുകളിൽ അവർ പിടിമുറുക്കുക. സാധാരണ മനുഷ്യർക്ക് കിട്ടുന്ന ഭക്ഷണങ്ങളുടെ മേലിൽ ഒക്കെ പിടിമുറുക്കുക. അങ്ങനെയാണ് ഹറംന അലൈഹിം, അതാണ് അള്ളാഹിലേക്ക് ചേർത്ത് പറയുന്നത്. നന്മയുടെയും തിന്മയുടെയും എല്ലാ വിധികളും ആരാണ്ടാക്കുന്നത്? അള്ളാഹ് ഉണ്ടാക്കുന്നത്. നമ്മൾ പഠിക്കില്ലേ, നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നാണ്. അതായത് ഏതൊരു നന്മയുടെ ആണെങ്കിലും തിന്മയുടെ ആണെങ്കിലും വിധി അള്ളാഹുവിൻ്റേതാണ്. അത് തിരഞ്ഞെടുക്കണോ വേണ്ടോ എന്നുള്ളത് വേറെ കാര്യമാണ്. പക്ഷേ ഒരു തിന്മ നമ്മൾ തിരഞ്ഞെടുത്താൽ അതിൻ്റെ വിധിയിൽ പോയി പെടുക എന്ന് പറയുന്നത് അനിവാര്യമാണ്. ആ നിയമം അള്ളാഹ് ഉണ്ടാക്കിയതാണ് സിസ്റ്റം. ആ സിസ്റ്റം ഇല്ലെങ്കിൽ നമ്മളൊക്കെ നന്നാവുമായിരുന്നു. അങ്ങനൊരു സിസ്റ്റം ഇവിടെ ഇല്ലെങ്കിൽ നമ്മളൊക്കെ നന്നാവുമായിരുന്നു, ബാക്കിയുള്ള മൃഗങ്ങളൊക്കെ പോലെ. പക്ഷെ അതില്ലാത്തതാണ് ഇപ്പോൾ പ്രശ്നമായത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുന്നത്. അല്ലാതെ നബിമാർ വന്ന് പഠിപ്പിച്ചു എന്നുള്ള അർത്ഥത്തിൽ ആയിക്കൊള്ളമില്ല, അങ്ങനെ ആവാൻ സാധ്യതയില്ല. അവർ സ്വയം തന്നെ വിലക്കിയത് ഷുഹൂമഹുമ, അവരുടെ അതിൻ്റെ ഈ സംഗതികളുടെ ഒക്കെ കൊഴുപ്പ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഈ അറക്കുമ്പോൾ ഈ കട്ടായിട്ടുള്ള നെയ്കൾ ഉണ്ടാവുമല്ലോ, കട്ടയായിട്ടുള്ള നെയ്യുകൾ, അതായത് മാംസരൂപം പ്രാപിച്ച നെയ്കൾ, ഇത് അവർക്ക് ഹറാമാക്കി. ഇല്ലാമ ഹമലത്ത് ലുഹൂറുഹുമ, അതിൻ്റെ മുതുകിലിങ്ങനെ പറ്റിപ്പിടിച്ച കുറേശ്ശെ ആ സംഗതികളല്ലാതെ, അവിൽ ഹവായ, അല്ലെങ്കിൽ കൊടലി പറ്റിപ്പിടിച്ചതോ, ഔ മഖ്തലത്ത ബി അദ്മിൻ, അല്ലെങ്കിൽ ഈ എല്ലിനോട് ചേർന്നതോ, ഇതൊക്കെ അല്ലാത്ത എല്ലാ കൊഴുപ്പുകളും അവർക്ക് ഹറാമാക്കി. നമുക്കിപ്പോൾ കൊഴുപ്പ് ഹറാമാക്കി എന്ന് പറയുമ്പോൾ വലിയ പ്രശ്നമില്ല, കാരണം നമ്മൾ ഒരുവിധമൊക്കെ ഉള്ളവരൊക്കെ കൊളസ്ട്രോൾ പിടിച്ചവരാണ് നിന്നിട്ട്. പക്ഷേ ഈ മരുഭൂമിയിൽ ജീവിക്കുന്നവരും പണിയെടുക്കുന്നവർക്കൊക്കെ ഈ കൊഴുപ്പ് വലിയതാണ്. ഇപ്പം ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ഉദൂഹിയത്തിന് ഒരിത്തിൽ ഇറച്ചി മേടിക്കാൻ പോയപ്പോൾ ഒരാൾ വന്നിട്ട്, അത് ഈ ഉത്തരേന്ത്യക്കാരനാണ്, അയാൾ വന്നിട്ട് മേടിക്കുന്നത് ആ നെയ്യ് ഇങ്ങനെയുള്ള ഭാഗം കട്ട് ചെയ്തിട്ട് സവിശേഷമായി മേടിച്ചുകൊണ്ട് പോവുക. അപ്പോൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ ഈ ഉത്തരേന്ത്യയിലൊക്കെ ജീവിക്കുന്നവരുടെ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ അത് പ്രത്യേകം തിന്നേണ്ട ആവശ്യമുള്ളവരാണ്. അപ്പോൾ അതിനുള്ള ഇതൊക്കെ വിലക്കുക എന്ന് പറയുമ്പോൾ നമ്മളത് മനസ്സിലാക്കണം. കാരണം ഇവരുടെ ജീവിത സാഹചര്യത്തിൽ ഇതൊക്കെ വലിയ സംഗതികളാണ്. ആ സംഗതികളെയൊക്കെ അവർക്ക് വിലക്കുകയാണ്. അപ്പോൾ അങ്ങനെ വിലക്കുമ്പോൾ എന്താ ചോദിച്ചാൽ ഇവർക്ക് ഈ പോഷകാഹാരക്കുറവ് ഇതൊക്കെ സാധാരണ തീർന്നാണല്ലോ ഇത് കിട്ടുക. അപ്പോൾ പയറ്, കടല അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടണമെങ്കിൽ ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും, അതിന് നല്ല എക്സ്പെൻസ് ആയിരിക്കും. നേരെ മറിച്ച് ഇത് വേട്ടയാടിയിട്ട് ധാരാളം കിട്ടുമ്പോൾ ഇങ്ങനെയുള്ള ഇതിനൊക്കെ തിന്നുക. അപ്പോൾ അങ്ങനത്തെ സംഗതികളൊക്കെ വിലക്കി കൊടുക്കുക, മതത്തിൻ്റെ അള്ളാഹുവിൻ്റെ പേരും പറഞ്ഞിട്ട് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഒരിക്കലും പിന്നെ ആൾക്കാർ ലംഘിക്കില്ല. അപ്പോൾ അതൊക്കെയാണ് അവർക്ക് ഇവർ ചെയ്തു കൊടുത്ത സംഗതികളെക്കുറിച്ച് പറയാം. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യരെ അള്ളാഹുവിൻ്റെ മുന്നിൽ ഒരേ ഒരു വിഭാഗമായ ഈ മനുഷ്യരെ പല തട്ടുകളാക്കി വിഭജിച്ച് അടിമകളാക്കി ഒതുക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അതിൽ നിന്നാണ് മനുഷ്യനിക്ക് ഈ മോചനം വേണ്ടത്. അള്ളാഹുവിൻ്റെ മാത്രമായ അടിമയായിരിക്കുക എന്ന് പറയുന്നതാണ് ഒരു മനുഷ്യന് എത്തിപ്പെടാവുന്ന ഏറ്റവും വലിയ സ്വാതന്ത്ര്യം. അതുകൊണ്ട് തന്നെയാണ് ഈ റസൂലിനെ എപ്പോഴും അള്ളാഹു അബ്ദ് എന്നിങ്ങനെ വിളിക്കുന്നത്. അതിൻ്റെയൊക്കെ അപ്പുറം ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് മനുഷ്യർക്ക് പോകാൻ അങ്ങനൊരു സംഗതിയേ ഇല്ല. അതിൽ നിന്ന് വലിച്ചു കൊണ്ടുവന്നിട്ടാണ് സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ മറ്റു പലതിനെയും സയൻസിൻ്റെ, യുക്തിവാദത്തിൻ്റെ, നിരീശ്വരവാദത്തിൻ്റെ, വിഗ്രഹങ്ങളുടെ ഒക്കെ ഈ അടിമത്വത്തിലേക്ക് മനുഷ്യരെ വലിച്ചു കൊണ്ടുവരിക. മനുഷ്യൻ എന്ന് പറയുന്നത് എപ്പോഴും ഈ പറയുന്നത് കേട്ടിട്ട് അതാണ് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ സകലമായ വിധിവിലക്കുകളിൽ നിന്നും പുറത്തു പോവുക. ഇതാണ് ഇവിടെ ഈ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതെന്താ ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യരെ ഈ അള്ളാഹുവിൻ്റെ കലാമിൽ നിന്ന് മാറ്റി നിർത്തുക. നമ്മുടെ പൗരോഹിത്യം ചെയ്യുന്ന പരിപാടി അത് തന്നെയാണ്. അപ്പം നമ്മൾക്കെങ്ങനെ മുഹറം നഹസായത്? എങ്ങനെ നഹസായി? ആരുണ്ടാക്കിയ നിയമ? അള്ളാഹ് പറഞ്ഞതാ. നഹസാണെങ്കിൽ മൂസാ നബിയോട് അവിടുന്ന് പോയിക്കൊള്ളാൻ പറയുമോ ഈജിപ്തിൽ നിന്ന്? നഹസാണെങ്കിൽ നിങ്ങളിന്ന് പോകണ്ടെന്നല്ലേ നമ്മുടെ വിജയന്മാരോട് പോയിട്ട് മൂസാ നബി ഇപ്പോൾ ഒരു അഭിപ്രായം ചോദിക്കുക. നമ്മളിപ്പോൾ എന്താ ഈജിപ്തിൽ നിന്ന് പോകേണ്ടത് ചോദിച്ചാൽ മുഹറം അങ്ങോട്ട് കയ്യട്ടെ എന്നാ പറയുക? അങ്ങനെയല്ലേ പറയുക? മൂസാ നബിനോട് പോകാൻ പറഞ്ഞതല്ലേ ഈ 10-ന് അല്ലേ? അതിനല്ലേ അവർ നോമ്പ് നോക്കിയിരുന്നത്. അത് വെച്ചിട്ടല്ലേ ഇപ്പോൾ നമ്മളും നോമ്പ് നോക്കുന്നത്. പക്ഷേ എങ്ങനെ മുഹറം നഹസായി? ഇപ്പോൾ ആൾക്കാർ നിശ്ചയം നടത്തണമെന്നില്ല, കല്യാണം നടത്തണമെന്നില്ല, നല്ലൊരു കാര്യം നടത്തണമെന്നില്ല. ഇതെങ്ങനെ? ഇതാണ് അള്ളാഹു അനുവദിച്ചതിൽ നിന്ന് നമ്മൾ ഹറാമിലേക്ക് കൊണ്ടുപോവുക.
എങ്ങനെ ഇപ്പോൾ റബീഉൽ അവ്വൽ വലിയ പുണ്യമാസമായത്, റമദാനേക്കാളും ഒക്കെ പുണ്യമായത്? ഇപ്പോൾ സകല വീട് പാർക്കലും എപ്പോഴാണ് നടക്കുന്നത്? റബീഉൽ അവ്വലല്ലേ. ആരുണ്ടാക്കി? ആരാ ഉണ്ടാക്കി തരണേ നമുക്ക്? പൗരോഹിത്യം ഉണ്ടാക്കി തരിക. നമ്മൾ ഈ മനുഷ്യന്മാർ ഇവരുടെ വായിൽ നോക്കി നടക്കുക, ഉസ്താദ് 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 എന്ന് പറഞ്ഞിട്ട്. ഒരക്ഷരം അവർ പഠിപ്പിച്ചിട്ടുണ്ടാവില്ല, എന്നാലും ഉസ്താദാ. എന്നിട്ട് ഈ ഉസ്താദ് എന്താ പറയുന്നത് നോക്കിയിട്ട് വായ നോക്കി നടക്കുക. ഇത് സംഗതി നമ്മുടെ കയ്യിലുണ്ട്. അള്ളാഹ് എന്താ പറഞ്ഞതെന്ന് നമ്മുടെ കയ്യിലുണ്ട്, റസൂൽ എന്താ പറഞ്ഞത് നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ അതിലേക്ക് ശ്രദ്ധിക്കുന്നേ ഇല്ല, നമ്മൾ പരിഗണിക്കില്ല, നമ്മൾ അവഗണിക്കുക. നമ്മളുടെ മരിച്ചാലുള്ള ഇദ്ദ എന്താന്ന്, ഇദ്ദ എന്ന് പറഞ്ഞാൽ എന്താന്ന്, അത് അതിൻ്റെ കോലത്തിൽ നിന്നൊക്കെ വിട്ടുപോയി വേറെന്തോ സാധനമായി. അത് ബ്രാഹ്മണിക്കൽ ഇദ്ദയായി. നമ്മൾ എന്തൊക്കെ നമ്മുടെ ഈ സമൂഹത്തിൽ നമ്മൾ ഈ ഉണ്ടാക്കിക്കൊണ്ടുവരണം. ഇതന്നെ ഇതിഞ്ഞ് ഭക്ഷണത്തിൻ്റെ മുകളിലേക്കും വരും. ഇങ്ങനെ പടിപടിയായി അരിച്ചരിച്ചാണ് ഇതൊക്കെ വരിക. എന്തെല്ലാം സംഗതികളാണ് നമ്മുടെ സമൂഹത്തിൽ. ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ എത്ര ദിവസം ആഘോഷം. ഇതൊക്കെ എവിടുന്ന് വന്ന്, ഇതൊക്കെ എവിടുന്നാണ് ഈ വരുന്നത്? ഇതാണ് നമ്മൾ ഈ മതത്തിൽ ഈ അള്ളാഹുവിൻ്റെ പേരും ഇതൊക്കെ എന്താ പറയണം, ഒക്കെ ദീനുൽ ഇസ്ലാമിൻ്റെ പേരിലല്ലേ ഈ വരുന്നത്. നമ്മളിത് അംഗീകരിക്കുന്നത് അതും ദീനുൽ ഇസ്ലാമിൻ്റെ പേരിലാണ്. അതായത് നമ്മളെപ്പോലെയുള്ള എല്ലാ സമൂഹങ്ങളും ആദം നബി മുതൽ ഹിദായത്തിൽ തുടങ്ങിയതാണ്. ആദം നബി തൊട്ടിട്ട് ഹിദായത്തിൽ തുടങ്ങിയതാണ്. ഇത്രമാത്രയും 1.25 ലക്ഷത്തോളം പ്രവാചകന്മാരൊക്കെ വന്ന് മനുഷ്യർക്ക് ഈ വഴി കാണിച്ചു കൊടുക്കാനാണ്. എന്നിട്ട് ഈ മനുഷ്യരിങ്ങനെ പടിപടിയായിട്ട് ഈ ശിർക്കിലേക്ക്, ഈ അള്ളാഹു അല്ലാത്തവരുടെ അടിമത്തത്തിലേക്ക് പോകുന്നു. നമ്മൾ ഈ മുസ്ലിമീങ്ങളും അങ്ങനെ പോകുന്നത്. മഹാഭൂരിപക്ഷം ഈ അടിമത്തത്തിലാണ് എടുക്കുന്നത്. അള്ളാഹു എന്താണെന്ന് പറയാൻ മനുഷ്യർക്ക് താല്പര്യമില്ല അറിയാൻ. മനുഷ്യരിതിനെ പരിഗണിക്കുന്നില്ല. പരിഗണിക്കില്ലെങ്കിൽ പിന്നെ അള്ളാഹ്ക്ക് വേണം. അത് അള്ളാഹ്ക്ക് വേണ്ട. നമുക്കത് വേണമെങ്കിലേ അള്ളാഹ് നമുക്ക് ഇതിൻ്റെ സൗകര്യങ്ങളൊക്കെ ചെയ്തു തരുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് വേണ്ട വെച്ചെങ്കിൽ അള്ളാഹ്ക്കും വേണ്ട. നമ്മൾ തന്നെ ആലോചിച്ച് നോക്കിയപ്പോൾ ഈ ക്ലാസ്സിൽ ചിലപ്പോൾ കാണാൻ 25 ആളുണ്ടാവില്ലേ. എന്താ ഒരു കണ്ടിന്യൂവേഷൻ ഇല്ലാത്ത നിലപാടില്ല. ചെറിയൊരാവശ്യം വരുമ്പോഴത്തേന് നമ്മൾ ഇതിട്ടിട്ട് ആ പരിപാടിക്ക് പോവില്ലേ. അതാണ് നിലപാടില്ല. നിലപാടില്ലാത്തവനക്കൊന്നും കിട്ടുന്നതല്ല അത്. സൗകര്യപ്പെടുമ്പോൾ മാത്രം വരിക, ഒരു രസത്തിന് വരിക. ഈ പരിപാടിക്കൊന്നും ഇതിനെ കിട്ടില്ല. നമ്മൾ വെറുതെ ഇതിനൊന്നും മെനക്കെട്ടിട്ട് കാര്യമില്ല. അത്രയും വിലയില്ലാത്തൊരു സാധനമല്ല അത്. വിലയില്ലാത്ത സാധനമല്ല സ്വർഗം. സ്വർഗം അങ്ങനെയൊന്നും കിട്ടാൻ പോകുന്നില്ല. അതൊക്കെ ഖുർആൻ ഇനി നിരവധി സ്ഥലങ്ങളിൽ അങ്ങനെ തന്നെ പറയുന്നുണ്ട്. നമ്മൾ ഇതിനോടൊരു നിലപാട്, ഒരു ഉറച്ച നിലപാടും അതിനുള്ള തയ്യാറെടുപ്പും ഒക്കെ നടത്തുമ്പോഴല്ലാതെ നമുക്ക് ഇതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും കിട്ടില്ല. നമ്മളുടെ ചില ശീലങ്ങൾ, ആചാരങ്ങളൊക്കെ നിലനിർത്താനുള്ളൊരു സംഗതിയല്ല. അതിനേക്കാളൊക്കെ എത്രയോ അപ്പുറമാണ് ഈമാനില്ലാതെ ഇസ്ലാമില്ല. ഈമാൻ നമ്മൾ ആദ്യം കറക്റ്റ് ചെയ്യണം. അതിനനുസരിച്ച് ഇസ്ലാം ഉണ്ടാവുള്ളൂ. ഈമാനില്ലാത്ത ഇസ്ലാമിന് അള്ളാഹുടെ അടുത്തൊരു വിലയില്ല. ഇസ്ലാമില്ലാത്ത ഈമാനുമില്ല. ഇത് രണ്ടും എന്ന് പറയുന്നത് ഒരേപോലെ നമ്മളിൽ രൂപപ്പെട്ടു വരുമ്പോഴാണ് നമ്മൾ ഈ മുസ്ലിമീങ്ങളാവുക എന്ന് പറയുന്നത്. ആ വിഷയം തന്നെയാണ് ഈ അൻആമിൽ തുടർച്ചയായിട്ട് ഈ പറയുന്നത്. ഇനി ഇതിൻ്റെ ലാസ്റ്റ് വരെയും ഇത് തന്നെയാണ്. ഈ ഈമാനും ഇസ്ലാമും നമ്മൾ കൃത്യമാക്കാതെ നമുക്ക് ഈ മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിച്ചു പോകാമെന്നൊന്നും ആരും വിചാരിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഈ കൗമന്നെയാണ് ഇതിൻ്റെ ഈ മാറ്റങ്ങളൊക്കെ തുടക്കം കുറിക്കേണ്ടത്. അത് ഒരാൾ 10 ആൾ എന്നുള്ളതൊന്നുമല്ല. പക്ഷേ ആ ഉള്ള ആളുകളുടെ നിലവാരം എന്ത് എന്നുള്ളത് വലിയൊരു വിഷയമാണ്. ഇറങ്ങിത്തിരിക്കുന്ന ആളുകളുടെ നിലവാരമുണ്ടല്ലോ, അവരുടെ അടിയുറപ്പ്, അവരുടെ അതിലുള്ള പരിശ്രമങ്ങൾ, അതുണ്ടെങ്കിലേ ഇത് സ്പ്രെഡാവുള്ളൂ. അല്ലെങ്കിൽ സ്പ്രെഡാവില്ല. നമ്മളിപ്പോൾ ഈ പ്രവാചകന്മാരൊക്കെ വരുമ്പോൾ എന്ത് പ്രതിബന്ധമുണ്ടെങ്കിലും അവരിതിൽ ഈ ഉറച്ച നിലപാട് കാണുമ്പോഴാണ് ആളുകൾ ഇതിലേക്ക് ആകർഷിക്കപ്പെടുക. അല്ലാതെ നമ്മുടെ വയതും പ്രസംഗമൊന്നുമല്ല. നമ്മളുടെ ജീവിതം കാണുമ്പോഴാണ് ആളുകൾ ഇതിലേക്ക് ആകർഷിക്കപ്പെടുക. അതിന് സമയമൊക്കെ എടുക്കും, അതിൻ്റേതായ സമയമെടുക്കും. പക്ഷേ ആ ആളുകൾക്ക് ആ ഉറച്ച നിലപാട് ഉണ്ടായിരിക്കണം. നമുക്കിവിടെ നിർത്താം. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.